യൂണിയൻ തെരഞ്ഞെടുപ്പിനിടെ കണ്ണൂർ സർവകലാശാലയിൽ ഉണ്ടായ സംഘർഷത്തിൽ 220 പേർക്കെതിരെയാണ് കേസെടുത്തത്. SFI, KSU, MSF നേതാക്കൾക്കും പ്രവർത്തകർക്കുമെതിരെയാണ് കേസ്. സംഘർഷമുണ്ടാക്കിയതിനും പോലീസിനെ ഭീഷണിപ്പെടുത്തിയതിനുമാണ് കേസ്. സുലൈസക് വിശദാംശങ്ങൾ നൽകും. സുനിൽ, പരക്കെ കേസെടുത്തതാണോ? ഈ സംഘർഷം ആരുണ്ടാക്കി, എവിടെ നിന്നുണ്ടായി എന്ന കാര്യത്തിൽ ഒരു കൃത്യമായ അന്വേഷണം നടത്തി അതിൻ്റെ ഉറവിടം കണ്ടെത്തി കൃത്യമായ പ്രതികൾക്കെതിരെ കേസ് ചുമത്തുന്ന നടപടിയിലേക്ക് പോലീസ് കടന്നിട്ടുണ്ടോ അതോ പരക്കെ കേസെടുക്കുകയാണോ ചെയ്തിരിക്കുന്നത്? സെഫുദ്ദീൻ, കണ്ണൂർ സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇന്നലെ യൂണിവേഴ്സിറ്റി ആസ്ഥാനത്ത് യുദ്ധസമാനമായ സാഹചര്യമായിരുന്നു. നമ്മൾ ഇന്നലെ ദൃശ്യങ്ങളിൽ കണ്ടതാണ്. അതുകൊണ്ട് രാവിലെ 10 മണിക്ക് തുടങ്ങിയ സംഘർഷം വൈകിട്ട് 3 മണി വരെയൊക്കെ നീണ്ടുപോയി. പല ഘട്ടങ്ങളിലായി വലിയ തോതിലുള്ള സംഘർഷം പലയിടങ്ങളിലുണ്ടായി. SFI പ്രവർത്തകരും UDSF പ്രവർത്തകരും തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടി. ഒപ്പം പലതരത്തിലുള്ള ആരോപണങ്ങളുണ്ടായി. UEC തട്ടിക്കൊണ്ടുപോയി എന്ന ആരോപണം ഉണ്ടാകുന്നു. പിന്നീട് പക്ഷേ അത് പൊളിയുന്നു. പിന്നീട് ബാലറ്റ് പേപ്പർ തട്ടിക്കൊണ്ടുപോയി എന്ന് സ്ഥാനാർത്ഥിക്കെതിരെ ആരോപണമായിരുന്നു. ഒപ്പം പോലീസിനെ ആക്രമിച്ചു. 2 വനിതാ പോലീസുകാർക്ക് പരിക്കേൽക്കുന്നു. നിരവധി SFI UDSF പ്രവർത്തകർക്ക് സംഘർഷത്തിൽ പരിക്കേറ്റു. പോലീസ് ലാത്തിച്ചാർജിൽ കുറെ കുട്ടികൾക്ക് പരിക്കേൽക്കുന്നു. അങ്ങനെ വലിയ തോതിലുള്ള സംഘർഷങ്ങളാണ് ഇന്നലെ അവിടെ നടന്നത്. ഒരുപക്ഷെ പോലീസിന് പോലും നിയന്ത്രിക്കാൻ കഴിയാത്ത തരത്തിലുള്ള വലിയ നീണ്ടുനിന്ന സംഘർഷമായിരുന്നു ഇത്. എന്തായാലും ആ സംഘർഷങ്ങളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പോലീസ് FIR രജിസ്റ്റർ ചെയ്ത് കേസെടുത്തിരിക്കുന്നു എന്നതാണ് ഏറ്റവും ഒരു പുതിയ വാർത്ത. ആ സംഭവത്തിൽ UDSFിന്റെയും ഒപ്പം SFIയുടെയും സംസ്ഥാന ജില്ലാ നേതാക്കളടക്കം 230 പേർക്കെതിരെയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. അതിൽ 30 പേരുടെ പേരുകളാണ് FIRലുള്ളത്. SFIയുടെ സംസ്ഥാന സെക്രട്ടറി സഞ്ജീവ്, KSU ജില്ലാ പ്രസിഡന്റ് അതുൽ, MSFിന്റെ സെക്രട്ടറി നിജാസ് അടക്കമുള്ള ആളുകളുടെ പേരുകളാണ് FIRലുള്ളത്. അതിനപ്പുറത്തേക്ക് കണ്ടാൽ അറിയാവുന്ന ബാക്കിയുള്ള ആളുകൾക്കെതിരെയും കേസെടുത്തിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇതിൽ MSFും ഇന്നലെ പറഞ്ഞിരുന്നത് ഈ ബാലറ്റ് പേപ്പർ എടുത്തു എന്നുള്ള പരാതിയിൽ അദിഷ കെക്കെതിരെ പരാതി നൽകും എന്നലെ MSF പറഞ്ഞിരുന്നു. അതിൽ ആ പരാതിയിൽ പക്ഷേ ഇതുവരെ കേസെടുത്തിട്ടില്ല. അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഏതെങ്കിലും ഒരു വിഷയത്തിൽ കേസെടുത്തിട്ടില്ല. പക്ഷേ ഒരു FIR ഇടുന്നു. ആ FIRൽ 30 പേരുടെ പേരും 200ഓളം പേരെ കണ്ടാൽ അറിയാവുന്ന ആളുകൾക്കും എന്ന രീതിയിലാണ് ഇപ്പോൾ പരാതി അല്ലെങ്കിൽ FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതിൽ മറ്റൊരു കാര്യം, 2 വകുപ്പുകളാണ്. അതായത് സംഘർഷം ഉണ്ടാക്കുക, പൊതുസ്ഥലത്ത്, ഒപ്പം പോലീസിനെ ആക്രമിക്കുക, അവരുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുക തുടങ്ങിയ വകുപ്പുകളാണ് ഇപ്പോൾ ചേർത്തിരിക്കുന്നത്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതുവരെ ആരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല. ഈ കേസ് FIR ഇന്നലെ അർദ്ധരാത്രിയോടുകൂടിയാണ് ഇത്തരത്തിലൊരു FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്.